ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ എത്ര വാക്യങ്ങളുണ്ട്? A 45, B 35, C 55. ഉത്തരം 35. ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ എത്ര ശീർഷകങ്ങളുണ്ട്? A 6, B 8, C 7. ഉത്തരം 6. ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായത്തിന്റെ ആദ്യത്തെ ശീർഷകം ഏതാണ്? A ബലം തരാത്ത അത്തിവൃക്ഷം, B കൂനുള്ള സ്ത്രീയെ സുഖപ്പെടുത്തുന്നു, C പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നാശം. ഉത്തരം പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നാശം. ഗലീലിയക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി ആരാണ് കലർത്തിയത്? A പീലാത്തോസ്, B ഹെറോദോസ്, C ഫിലിപ്പോസ്. ഉത്തരം പീലാത്തോസ്. ഗലീലിയക്കാരായ ഏതാനും പേരുടെ ബലികളിൽ അവരുടെ രക്തം കൂടി പീലാത്തോസ് കലർത്തിയ വിവരം യേശുവിനെ അറിയിച്ചത് ആരായിരുന്നു? A ശിഷ്യന്മാർ, B അവിടെ ഉണ്ടായിരുന്ന ചിലർ, C ജനങ്ങൾ. ഉത്തരം അവിടെ ഉണ്ടായിരുന്ന ചിലർ. ഇവയെല്ലാം അനുഭവിച്ചതുകൊണ്ട് അവർ ആരേക്കാൾ കൂടുതൽ പാപികളായിരുന്നു എന്ന് നിങ്ങൾ കരുതുന്നുവോ എന്നാണ് യേശു ചോദിക്കുക. A മറ്റെല്ലാ വിജാതിയരെക്കാൾ, B മറ്റെല്ലാ ഗലീലിയരെക്കാൾ, C മറ്റെല്ലാ നിയമജ്ഞരെക്കാൾ. ഉത്തരം മറ്റെല്ലാ ഗലീലിയരെക്കാൾ. എന്ത് ചെയ്തില്ലെങ്കിൽ ആണ് നിങ്ങൾ എല്ലാവരും അതുപോലെ നശിക്കുമെന്ന് ലൂക്ക 13:3 യേശു പറയുന്നത്? A ത്യാഗം ചെയ്യുന്നില്ലെങ്കിൽ, B പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ, C വിട്ടുവീഴ്ച ചെയ്യുന്നില്ലെങ്കിൽ. ഉത്തരം പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ. സീലോഹായിൽ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ടത് എത്ര പേർ ആയിരുന്നു? A 15 പേർ, B 20 പേർ, C 18 പേർ. ഉത്തരം 18 പേർ. സിലോഹായിലെ ഗോപുരം ഇടിഞ്ഞു വീണ് കൊല്ലപ്പെട്ട 18 പേർ എവിടെ വസിച്ചിരുന്ന എല്ലാവരെയുംകാൾ കുറ്റക്കാരായിരുന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ എന്നാണ് യേശു ചോദിക്കുന്നത്. A ജെറുസലേമിൽ, B കഫർനാമിൽ, C സമരിയായിൽ. ഉത്തരം ജെറുസലേമിൽ. പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നാം നശിക്കുമെന്ന് യേശുനാഥൻ ആവർത്തിക്കുന്ന 13-ാം അധ്യായത്തിലെ വാക്യങ്ങൾ. A 13:1-4, B 13:3-5, C 13:3-8. ഉത്തരം 13:3-5. ലൂക്ക 13:6 അനുസരിച്ച് ഒരുവൻ മുന്തിരിത്തോട്ടത്തിൽ എന്താണ് നട്ടുപിടിപ്പിച്ചത്? A മുന്തിരി, B അത്തിവൃക്ഷം, C മുന്തിരിച്ചക്ക്. ഉത്തരം അത്തിവൃക്ഷം. മുന്തിരിത്തോട്ടത്തിൽ നട്ടുപിടിപ്പിച്ച അത്തിവൃക്ഷത്തിൽ എന്തുണ്ടോ എന്ന് നോക്കാനാണ് അവൻ വന്നത്. A കായ, B പഴം, C ഫലം. ഉത്തരം പഴം. ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തുന്ന ആദ്യത്തെ ഉപമ ഏതാണ്? A ഫലം തരാത്ത അത്തിവൃക്ഷം, B പുളിമാവിന്റെ ഉപമ, C കടുകുമണിയുടെ ഉപമ. ഉത്തരം ഫലം തരാത്ത അത്തിവൃക്ഷം. അത്തിവൃക്ഷത്തിൽ നിന്നും എത്ര വർഷമായിട്ടാണ് ഫലം കിട്ടാതിരുന്നത്? A 4 വർഷമായി, B 3 വർഷമായി, C 2 വർഷമായി. ഉത്തരം 3 വർഷമായി. അത്തിവൃക്ഷത്തെ വെട്ടിക്കളയാൻ പറഞ്ഞത് ആരോടാണ്?
എ യജമാനനോട്, ബി ജോലിക്കാരനോട്, സി കൃഷിക്കാരനോട്. ഉത്തരം കൃഷിക്കാരനോട്. 3 വർഷമായി അത്തിവൃക്ഷത്തിൽ നിന്നും എന്താണ് അവൻ അന്വേഷിച്ചു വന്നത്? എ ബലം, ബി കായ്, സി വിളവ്. ഉത്തരം ബലം. 3 വർഷമായി മുന്തിരിത്തോട്ടത്തിലെ അത്തിവൃക്ഷത്തിൽ നിന്നും ബലമൊന്നും ലഭിക്കാത്തതിനാൽ യജമാനൻ കൃഷിക്കാരനോട് എന്ത് ചെയ്യാനാണ് ആവശ്യപ്പെട്ടത്? എ നീക്കിക്കളയാൻ, ബി വെട്ടിക്കളയാൻ, സി ചുവടെ പറിച്ചു കളയാൻ. ഉത്തരം വെട്ടിക്കളയാൻ. അത്തിവൃക്ഷം 3 വർഷമായി ബലം നൽകാത്തതിനാൽ വെട്ടിക്കളയാൻ കൃഷിക്കാരനോട് ആവശ്യപ്പെടുന്ന യജമാനൻ പറയുന്ന ചോദ്യം എന്താണ്? എ എന്തിന് സമയം കളയണം, ബി എന്തിന് നിലം പാഴാക്കണം, സി എന്തിന് നിലം വെറുതെ കളയണം. ഉത്തരം എന്തിന് നിലം പാഴാക്കണം. 3 വർഷമായി ബലമൊന്നും തരാതെ നിലം പാഴാക്കുന്ന അത്തിവൃക്ഷം 1 വർഷം കൂടെ നിൽക്കട്ടെ എന്ന് യജമാനനോട് ആരാണ് ആവശ്യപ്പെടുന്നത്? എ കൃഷിക്കാരൻ, ബി ജോലിക്കാരൻ, സി ശിഷ്യന്മാർ. ഉത്തരം കൃഷിക്കാരൻ. ബലമൊന്നും തരാതെ നിലം പാഴാക്കുന്ന അത്തിവൃക്ഷം 1 വർഷം കൂടി നിൽക്കട്ടെ എന്ന് യജമാനനോട് ആവശ്യപ്പെടുന്ന കൃഷിക്കാരൻ താൻ എന്ത് ചെയ്യാമെന്നാണ് പറയുന്നത്? എ 1 വർഷം കൂടെ നോക്കാം എന്ന്, ബി ചുവട് കിളച്ച് വളം ഇടാമെന്ന്, സി കൃത്യമായി പരിപാലിച്ചു കൊള്ളാമെന്ന്. ഉത്തരം ചുവട് കിളച്ച് വളം ഇടാമെന്ന്. ലൂക്കായുടെ 13-ാം അധ്യായത്തിലെ 2-ാമത്തെ തലക്കെട്ട് ഏതാണ്? എ കൂനുള്ള സ്ത്രീയെ സുഖപ്പെടുത്തുന്നു, ബി ബലം തരാത്ത അത്തിവൃക്ഷം, സി കടുകുമണിയും പുളിമാവും. ഉത്തരം ഫലം തരാത്ത അത്തിവൃക്ഷം. സുവിശേഷം 13-ാം അധ്യായത്തിൽ യേശു പ്രവർത്തിച്ച അത്ഭുതം. എ കൂനുള്ള സ്ത്രീയെ സുഖപ്പെടുത്തുന്നു, ബി മഹോദര രോഗിയെ സുഖപ്പെടുത്തുന്നു, സി അന്ധനെ സുഖപ്പെടുത്തുന്നു. ഉത്തരം കൂനുള്ള സ്ത്രീയെ സുഖപ്പെടുത്തുന്നു. സാബത്തിൽ അവൻ സിനഗോഗിൽ എന്തു ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു? എ വായിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു, ബി പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു, സി കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. ഉത്തരം പഠിപ്പിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. യേശു സാബത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് എത്ര വർഷമായി രോഗിണിയായ സ്ത്രീയാണ് അവിടെ ഉണ്ടായിരുന്നത്? എ 12 വർഷമായി, ബി 15 വർഷമായി, സി 18 വർഷമായി. ഉത്തരം 18 വർഷമായി. 18 വർഷമായ രോഗിണിയായ സ്ത്രീയെ എന്താണ് ബാധിച്ചത്? എ സാത്താൻ, ബി ഒരാത്മാവ്, സി ഭയം. ഉത്തരം ആത്മാവ്. കൂനുള്ള സ്ത്രീയെ ആരാണ് അടുത്തേക്ക് വിളിച്ചത്? എ ശിഷ്യന്മാർ, ബി ജനക്കൂട്ടം, സി യേശു. ഉത്തരം യേശു. കൂനുള്ള സ്ത്രീയെ യേശു അടുത്തേക്ക് വിളിച്ചിട്ട് എന്താണ് പറഞ്ഞത്? എ നിന്റെ രോഗത്തിൽ നിന്നും നീ മോചിക്കപ്പെട്ടിരിക്കുന്നു, ബി നിന്റെ രോഗത്തിൽ നിന്നും മുക്തി പ്രാപിച്ചിരിക്കുന്നു, സി നിന്റെ രോഗത്തിൽ നിന്നും വിടുതൽ പ്രാപിച്ചിരിക്കുന്നു. ഉത്തരം നിന്റെ രോഗത്തിൽ നിന്നും നീ മോചിപ്പിക്കപ്പെട്ടിരിക്കുന്നു. 18 വർഷം രോഗിണിയായ സ്ത്രീയുടെ മേൽ യേശു എന്താണ് ചെയ്തത്? എ പ്രാർത്ഥിച്ചു, ബി ബന്ധിച്ചു, സി കൈകൾ വെച്ചു. ഉത്തരം കൈകൾ വെച്ചു. 18 വർഷം രോഗിണിയായ സ്ത്രീയുടെ മേൽ യേശു കൈകൾ വെച്ച് സൗഖ്യം നൽകിയതിനെ തുടർന്ന് നിവർന്നുനിന്ന സ്ത്രീ ചെയ്തതെന്തായിരുന്നു? എ ദൈവത്തെ പുകഴ്ത്തി,
ബി ദൈവത്തെ മഹത്വപ്പെടുത്തി, സി ദൈവത്തെ സ്തുതിച്ചു. ഉത്തരം ദൈവത്തെ സ്തുതിച്ചു. യേശു സാബത്തിൽ രോഗം സുഖപ്പെടുത്തിയതിൽ കോപിച്ചത് ആരാണ്? എ നിയമജ്ഞർ, ബി സിനഗോഗ് അധികാരി, സി ഫരിസേയർ. ഉത്തരം സിനഗോഗ് അധികാരി. യേശു സാബത്തിൽ രോഗം സുഖപ്പെടുത്തിയതിൽ കോപിച്ച സിനഗോഗ് അധികാരി ജോലി ചെയ്യാവുന്ന എത്ര ദിവസങ്ങൾ ഉണ്ടെന്നാണ് പറയുന്നത്? എ 5 ദിവസങ്ങൾ, ബി 6 ദിവസങ്ങൾ, സി 7 ദിവസങ്ങൾ. ഉത്തരം 6 ദിവസങ്ങൾ. സാബത്തിൽ തൊഴുത്തിൽ നിന്നഴിച്ച് വെള്ളം കുടിപ്പിക്കാൻ കൊണ്ടുപോകുന്നില്ലേ എന്ന് യേശു ചോദിക്കുന്ന മൃഗങ്ങൾ ഏതാണ്? എ പശു കാള, ബി ആട് കാള, സി കാള കഴുത. ഉത്തരം കാള കഴുത. കൂനുള്ള സ്ത്രീയെ സാത്താൻ എത്ര വർഷമായാണ് ബന്ധിച്ചിരുന്നത്? എ 18 വർഷം, ബി 15 വർഷം, സി 16 വർഷം. ഉത്തരം 18 വർഷം. കൂനുള്ള സ്ത്രീക്ക് സൗഖ്യം നൽകിയ ശേഷം അവളെ ആരുടെ മകളായിട്ടാണ് യേശു വിശേഷിപ്പിക്കുന്നത്? എ ഇസഹാക്കിന്റെ, ബി അബ്രാഹത്തിന്റെ, സി യാക്കോബിന്റെ. ഉത്തരം അബ്രാഹത്തിന്റെ. യേശു ചെയ്തിരുന്ന മഹനീയ കൃത്യങ്ങളെക്കുറിച്ച് സന്തോഷിച്ചത് ആരെന്നാണ് ലൂക്ക രേഖപ്പെടുത്തുന്നത്? എ ജനക്കൂട്ടം, ബി ശിഷ്യന്മാർ, സി നിയമജ്ഞർ. ഉത്തരം ജനക്കൂട്ടം. സാബത്തിൽ രോഗശാന്തി പാടില്ലെന്നതിന് മറുപടിയായി യേശു ഉന്നയിച്ച 2 ചോദ്യങ്ങൾ കേട്ട് ആരെല്ലാമാണ് ലജ്ജിതരായത്? എ ശിഷ്യന്മാർ, ബി ജനങ്ങൾ, സി യേശുവിന്റെ പ്രതിയോഗികളെല്ലാം. ഉത്തരം യേശുവിന്റെ പ്രതിയോഗികളെല്ലാം. ലൂക്കായുടെ സുവിശേഷം 13-ാം അധ്യായത്തിൽ പ്രതിപാദിക്കുന്ന 3-ാമത്തെ ഉപമ ഏതാണ്? എ കൂനുള്ള സ്ത്രീയെ സുഖപ്പെടുത്തുന്നു, ബി കടുകുമണിയും പുളിമാവും, സി ബലം തരാത്ത അത്തിവൃക്ഷം. ഉത്തരം കടുകുമണിയും പുളിമാവും. കടുകുമണിയെ യേശുനാഥൻ എന്തിനോടാണ് സാദൃശ്യപ്പെടുത്തുക? എ വയലിലെ വിത്തിനോട്, ബി ദൈവരാജ്യത്തോട്, സി ബലം തരാത്ത വൃക്ഷത്തോട്. ഉത്തരം ദൈവരാജ്യത്തോട്. ദൈവരാജ്യം ഒരുവൻ എവിടെ പാകിയ കടുകുമണിക്ക് സദൃശ്യമാണ്? എ വയലിൽ, ബി തോട്ടത്തിൽ, സി കൃഷിസ്ഥലത്ത്. ഉത്തരം തോട്ടത്തിൽ. കടുകുമണി വളർന്നു മരമായപ്പോൾ ശാഖകളിൽ ആരാണ് ചേക്കേറിയത്? എ കാക്കകൾ, ബി പ്രാവുകൾ, സി പക്ഷികൾ. ഉത്തരം പക്ഷികൾ. കടുകുമണിക്ക് ശേഷം ഈശോ എന്തിനോടാണ് ദൈവരാജ്യത്തെ ഉപമിക്കുന്നത്? എ പുളിമാവിനോട്, ബി കൃഷിക്കാരനോട്, സി ഇടുങ്ങിയ വാതിലിനോട്. ഉത്തരം പുളിമാവിനോട്. പുളിമാവിന്റെ ഉപമയിൽ ഒരു സ്ത്രീ എത്ര അളവിലാണ് മാവ് പുളിക്കുവാൻ വച്ചത്? എ 4 അളവ്, ബി 5 അളവ്, സി 3 അളവ്. ഉത്തരം 3 അളവ്. പുളിമാവിന്റെ ഉപമയ്ക്ക് ശേഷം ലൂക്ക വിശദമാക്കുന്ന ആശയം ഏതാണ്? എ ഇടുങ്ങിയ വാതിൽ, ബി ജെറുസലേമിനെ കുറിച്ചുള്ള വിലാപം, സി പശ്ചാത്തപിക്കുന്നില്ലെങ്കിൽ നാശം. ഉത്തരം ഇടുങ്ങിയ വാതിൽ. പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും പഠിപ്പിച്ചതിനു ശേഷം അവൻ എവിടേക്കാണ് യാത്ര ചെയ്തത്? എ കഫർനാമിലേക്ക്,
ബി ജെറുസലേമിലേക്ക്, സി സമരിയായിലേക്ക്. ഉത്തരം ജെറുസലേമിലേക്ക്. ജെറുസലേമിലേക്ക് യാത്ര ചെയ്യുന്നതിന് മുൻപ് യേശു എന്ത് ചെയ്യുകയായിരുന്നു? എ സുവിശേഷ പ്രഘോഷണം നടത്തുകയായിരുന്നു, ബി പഠിപ്പിക്കുകയായിരുന്നു, സി രോഗശാന്തി നൽകുകയായിരുന്നു. ഉത്തരം പഠിപ്പിക്കുകയായിരുന്നു. ലൂക്കായുടെ 13-ാം അധ്യായത്തിൽ യേശുവിനെ കർത്താവേ എന്ന് സംബോധന ചെയ്യുന്നത് ആര്? എ ജനങ്ങൾ, ബി ശിഷ്യന്മാർ, സി ഒരുവൻ. ഉത്തരം ഒരുവൻ. ഒരുവൻ യേശുവിനോട് കർത്താവേ എന്ന് സംബോധന ചെയ്ത് എന്താണ് ചോദിച്ചത്? എ കർത്താവെ രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ, ബി കർത്താവെ സുഖം പ്രാപിക്കുന്നവർ ചുരുക്കമാണോ, സി കർത്താവെ ശിക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമാണോ. ഉത്തരം കർത്താവെ രക്ഷ പ്രാപിക്കുന്നവർ ചുരുക്കമാണോ. ഏതു വാതിലിലൂടെ പ്രവേശിക്കുവാൻ പരിശ്രമിക്കുവിൻ എന്നാണ് യേശു ആവശ്യപ്പെടുന്നത്? എ വിശാലമായ വാതിലിലൂടെ, ബി ഇടുങ്ങിയ വാതിലിലൂടെ, സി ചെറിയ വാതിലിലൂടെ. ഉത്തരം ഇടുങ്ങിയ വാതിലിലൂടെ. എത്ര പേരാണ് ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുവാൻ ശ്രമിക്കുന്നവർ? എ കുറച്ചു പേർ, ബി വളരെയധികം പേർ, സി അനേകം പേർ. ഉത്തരം അനേകം പേർ. ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കുവാൻ ശ്രമിക്കണമെന്ന് ആഹ്വാനം ചെയ്യുന്ന യേശു വാതിൽ അടച്ചു കഴിഞ്ഞാൽ വീട്ടുടമസ്ഥനിൽ നിന്ന് കേൾക്കുമെന്ന് പറയുന്നത് എന്താണ്? എ നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല, ബി നിങ്ങൾ എന്താണ് ചെയ്യുന്നതെന്ന് ഞാൻ അറിയുന്നില്ല, സി നിങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്യുന്നുവെന്ന് ഞാൻ അറിയുന്നില്ല. ഉത്തരം നിങ്ങൾ എവിടെ നിന്നാണെന്ന് ഞാൻ അറിയുന്നില്ല. പുറത്തുനിന്ന് വാതിൽ മുട്ടുന്നവർ വാതിൽ അടച്ചു കഴിഞ്ഞ വീട്ടുടമസ്ഥന്റെ സാന്നിധ്യത്തിൽ തങ്ങൾ ചെയ്തിട്ടുള്ളതായി അവകാശപ്പെടുന്നത് എന്താണ്? എ ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്, ബി അറിയുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട്, സി കാണുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട്. ഉത്തരം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. വാതിൽ അടച്ചു കഴിഞ്ഞാൽ വാതിൽക്കൽ മുട്ടാൻ തുടങ്ങുന്നവരോട് നിങ്ങൾ എവിടെ നിന്നാണെന്ന് അറിയില്ല എന്ന് പറയുന്ന വീട്ടുടമസ്ഥൻ തുടർന്ന് അവരോട് വ്യക്തമാക്കുന്നത് എന്താണ്? എ എനിക്ക് നിങ്ങളെ അറിയുകയില്ല, ബി അനീതി പ്രവർത്തിക്കുന്ന നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ, സി ഞാൻ നിങ്ങളെ കണ്ടിട്ടില്ല. ഉത്തരം അനീതി പ്രവർത്തിക്കുന്ന നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. ഇടുങ്ങിയ വാതിലൂടെ പ്രവേശിക്കുവാനുള്ള സന്ദേശം നൽകുമ്പോൾ യേശു പരാമർശിക്കുന്ന പൂർവ്വ പിതാക്കന്മാർ ആരെല്ലാം? എ മോശ എലീശ, ബി അബ്രഹാം ഇസഹാക്ക് യാക്കോബ്, സി യാക്കോബ് ജോസഫ്. ഉത്തരം അബ്രഹാം ഇസഹാക്ക് യാക്കോബ്. പൂർവ്വപിതാക്കന്മാരായ അബ്രഹാം ഇസഹാക്ക് യാക്കോബ് സകല പ്രവാചകന്മാർ എന്നിവർ എവിടെയിരിക്കുമെന്നാണ് സൂചന യേശു നൽകുന്നത്? എ സ്വർഗരാജ്യത്തിൽ, ബി ദൈവരാജ്യത്തിൽ, സി മനുഷ്യരുടെ ഇടയിൽ. ഉത്തരം ദൈവരാജ്യത്തിൽ. ദൈവരാജ്യത്തിൽ വിരുന്നിലിരിക്കുന്ന ജനങ്ങൾ എവിടെ നിന്നെല്ലാമാണ് വരുന്നത്? എ ഭൂമിയുടെ അതിർത്തിയിൽ നിന്നും, ബി കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്കു നിന്നും തെക്കു നിന്നും, സി ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നും. ഉത്തരം കിഴക്ക് നിന്നും പടിഞ്ഞാറ് നിന്നും വടക്കു നിന്നും തെക്കു നിന്നും. യേശുവിനെ കൊല്ലാൻ ഒരുങ്ങിക്കൊണ്ടിരുന്ന ഭരണാധികാരി ആരാണ്?
എ പരിസയർ, ബി ഹെറോദസ്, സി നിയമജ്ഞർ. ഉത്തരം ഹെറോദസ്. ഗലീലിയുടെ ഭരണാധികാരിയായ ഹെറോദസ് യേശുവിനെ കൊല്ലാൻ ഒരുങ്ങുന്ന വിവരം യേശുവിനെ അറിയിക്കുന്നത് ആര്? എ ചില നിയമജ്ഞർ, ബി ചില ഫരിസയർ, സി ജനങ്ങൾ. ഉത്തരം ചില പരിസയർ. തന്നെ കൊല്ലാൻ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഹെറോദസിനെ യേശു വിളിക്കുന്നത് എന്താണ്? എ കള്ളൻ, ബി കുറുക്കൻ, സി ദ്രോഹി. ഉത്തരം കുറുക്കൻ. എത്രാം ദിവസം തന്റെ ദൗത്യം പൂർത്തിയാക്കുമെന്നാണ് യേശു പറയുന്നത്? എ രണ്ടാം ദിവസം, ബി അഞ്ചാം ദിവസം, സി മൂന്നാം ദിവസം. ഉത്തരം മൂന്നാം ദിവസം. ഏത് സ്ഥലത്തിന് പുറത്തു വെച്ചാണ് ഒരു പ്രവാചകൻ നശിക്കുക സാധ്യമല്ലെന്ന് യേശു വ്യക്തമാക്കുന്നത്? എ കബർനാം, ബി സമരിയ, സി ജെറുസലേം. ഉത്തരം ജെറുസലേം. ജെറുസലേം ആരെയാണ് കൊല്ലുകയും കല്ലെറിയുകയും ചെയ്യുന്നത്? എ പൂർവപിതാക്കന്മാരെ, ബി പ്രവാചകന്മാരെ, സി മനുഷ്യപുത്രനെ. ഉത്തരം പ്രവാചകന്മാരെ. പിടക്കോഴി കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴ് ചേർത്ത് നിർത്തുന്നത് പോലെ ആരുടെ സന്താനങ്ങളെ ഒന്നിച്ചു ചേർക്കുന്നതിനാണ് യേശു എത്രയോ പ്രാവശ്യം ആഗ്രഹിച്ചു എന്ന് പറയുന്നത്? എ കബർനാമിന്റെ, ബി സമരിയായുടെ, സി ജെറുസലേമിന്റെ. ഉത്തരം ജെറുസലേമിന്റെ. ലൂക്ക 11:35 ജെറുസലേം ഭവനത്തിന് എന്ത് സംഭവിച്ചു എന്നാണ് യേശു പറയുന്നത്? എ നശിക്കപ്പെട്ടു, ബി പരിത്യക്തമായി, സി ഉന്മൂലനം ചെയ്യപ്പെട്ടു. ഉത്തരം പരിത്യക്തമായി. ജെറുസലേം ഭവനം പരിത്യക്തമായിരിക്കുന്നു എന്ന് പറഞ്ഞതിന് ശേഷം യേശു തന്നെ എപ്പോൾ വരെ കാണുകയില്ല എന്നാണ് പറയുന്നത്? കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന് പറയുന്നത് വരെ, ബി കർത്താവിന്റെ ഹിതം നിറവേറ്റുന്നത് വരെ, സി കർത്താവിന്റെ വചനം പാലിക്കുന്നത് വരെ. ഉത്തരം കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹീതൻ എന്ന് പറയുന്നത് വരെ. ലൂക്കാ സുവിശേഷത്തിലെ 13-ാം അധ്യായത്തിൽ കാണുന്ന അവസാന തലക്കെട്ട്? എ ഇടുങ്ങിയ വാതിൽ, ബി ബലം തരാത്ത അത്തിവൃക്ഷം, സി ജെറുസലേമിനെ കുറിച്ചുള്ള വിലാപം. ഉത്തരം ജെറുസലേമിനെ കുറിച്ചുള്ള വിലാപം.